ഇന്ന് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നേ, കയ്യോടെ അതങ്ങ് ക്ലീൻ ചെയ്ത് വെക്കാൻ. ചെമ്മീൻ എന്നാണോ അതേ കൊഞ്ചെന്നാണോ പറയുന്നത്, എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. കുറേ നാൾ കൂടിയാണ് കേട്ടോ മീൻകാരൻ ചെമ്മീൻ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇന്ന് ഇച്ചിരി വിലക്കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് 1 കിലോ ചെമ്മീൻ വാങ്ങിച്ചു. അപ്പോൾ ഞാനിങ്ങനെയാണ് കേട്ടോ ചെമ്മീൻ നന്നാക്കാറ്, നിങ്ങളും ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതാ നടുക്ക് അതിൻ്റെ മുതുകത്തൊരു വര ഇങ്ങനെ വരഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലത്തെ അഴുക്കെടുത്ത് കളയണം കേട്ടോ, ഇല്ലെങ്കിൽ അതിന് കട്ടുണ്ടാവും. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാമായിരിക്കും. സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ചെമ്മീൻ ക്ലീൻ ചെയ്യൽ അല്ലേ. അങ്ങനെ അതെല്ലാം ക്ലീൻ ചെയ്ത് ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളപ്പോൾ എടുത്തുണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോഴേക്കും വിശക്കാൻ തുടങ്ങി. റോബസ്റ്റ പഴം ഇരിപ്പുണ്ടായിരുന്നു, അതോ ഒരെണ്ണം എടുത്ത് തിന്നേ. നമ്മുടെ വീട്ടിൽ തോട്ടത്തിൽ തന്നെ ഉണ്ടായത്. മല്ലിപ്പൊടി തീർന്നു പോയായിരുന്നു, അപ്പോൾ കുറച്ച് മല്ലി ഒന്ന് പൊടിച്ച് വെക്കാമെന്ന് ഓർത്തു. ഇതാ കഴുകി, കഴിഞ്ഞ പ്രാവശ്യം പൊടിച്ചതിൻ്റെ കുറച്ച് ബാക്കി മല്ലി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ നന്നായിട്ടൊന്ന് കഴുകി എടുക്കുക കേട്ടോ. നന്നായിട്ട് കഴുകണം, ഇതിനകത്ത് ഒത്തിരി അഴുക്കൊക്കെ കാണും കേട്ടോ. അപ്പോൾ ഞാൻ ചട്ടിയിൽ വെച്ചാണ് കേട്ടോ ഇത് വറുത്തെടുക്കുന്നത്, കാരണം ഇപ്പോൾ വെയിലൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ചട്ടിയിൽ വെച്ച് വറുത്തെടുത്തിട്ട് മിക്സിയിലെ ജാറിലിട്ട് പൊടിച്ചാൽ മതി കേട്ടോ, നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഞാൻ മിക്കപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുക. പിള്ളേർ സ്കൂൾ വിട്ട് വരാറായപ്പോഴത്തേക്കും ഞാനൊരു പുഡിംഗ് ആയിട്ടോ ഉണ്ടാക്കിയത്. ബ്രെഡും മുട്ടയൊക്കെ ഇട്ടിട്ട് ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുഡിംഗ് ആണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അതിൻ്റെ കൂടെ അവക്കാഡോ സ്മൂത്തി ഉണ്ടായിരുന്നേ, അവക്കാഡോയും കസ്കസും പിന്നെ കുറച്ച് തേനൊക്കെ ഇട്ടിട്ട് ഇത് തിക്കായിട്ടൊരു സ്മൂത്തി. പിള്ളേർക്കാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, എന്തോരം വേണേലും കഴിച്ചോളൂ.